ചേച്ചിക്ക് ഇന്ന പോലെ ഇന്ന ഗവൺമെന്റിൽ ഒരു ജോലി വേണം അങ്ങനെയൊന്നും പപ്പ ആഗ്രഹിച്ചിട്ടില്ല? ഇന്നത്തെ ഒരു ഡ്രീമിലേക്ക് പെൺകുട്ടികൾ എത്തുന്നതും നമ്മള് ആ ഒരു കാലഘട്ടം കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്പോർട്സിൽ ഞാൻ പഠിച്ചത് കന്യാസ്ത്രീ മഠത്തിലാണ്. സ്പോർട്സിൽ കൂടുതൽ ആൾക്കാർ പെൺകുട്ടികൾ ഇറങ്ങുമ്പോൾ തന്നെ നെഗറ്റീവ് പഠിപ്പിക്കുന്ന ആൾക്കാരും കാര്യങ്ങളും അല്ല അന്നത്തെ കാലഘട്ടം എത്രയോ വർഷം മുമ്പ്. പെൺകൊച്ചുങ്ങൾ ഇറങ്ങുമ്പോഴേ അതിന്റെ തന്നെ എത്രയോ നമ്മള് മുഴുവൻ മാർക്ക് ഒരു ചോദ്യം ഫുള്ള് എഴുതിയാൽ പോലും എഴുതിയോ മാർക്ക് തരില്ല. അവള് കോപ്പി അടിച്ചതാ. അത് ഞാൻ പഠിച്ചതാന്ന് അവർക്ക് അവരുടെ വിചാരം അവര് പഠിക്കില്ല, അവര് കോപ്പി അടിച്ചതാന്ന്. ചേച്ചി സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഈ നെഗറ്റീവ് തിങ്സ് ഒത്തിരി ബോറല്ലേ? ഉറപ്പായിട്ടും നമ്മളെ നമ്മുടെ ഫ്രീഡത്തിന് വിട്ടൂടെ? സത്യവാ അല്ലെ? ഇപ്പൊ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും സോഷ്യൽ മീഡിയസിലൊക്കെ വരുമ്പോഴും നമ്മൾ അതിനെ ആ ഒരു സെൻസിൽ എടുത്താൽ പോരെ? അത് ഞാനും ധ്യാനൂട്ടനോടുള്ള ഒരു ഇന്റർവ്യൂലേ ധ്യാനൂട്ടൻ പറഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഒപ്പം എത്താൻ പറ്റാത്തതിനുള്ള അവരുടെ ആ ഒരു ഇതാണ് അവര്. ഒന്നെങ്കിൽ നമ്മളെ വിമർശിക്കുന്നവർ എന്തേലുമൊക്കെ ആയിരിക്കണം, അതല്ല. അപ്പൊ അങ്ങനെ വിട്ടേക്കാം. അന്ന് തൊട്ട് നമ്മൾ അങ്ങനെ വിടുക. ചേച്ചി അതിനെ ഒരു ഈസി ഗോ ആയിട്ട് എടുത്തല്ലേ? ചേച്ചി ധ്യാനം തമ്മിൽ ഇത്ര ക്ലോസ് ആയത് എങ്ങനെ? ഇപ്പൊ ചേച്ചി വർത്താനത്തിൽ തന്നെ ധ്യാനൂട്ടൻ എന്നാ വിളിച്ചത്. അതൊരു ശരിക്കും ഒരു ഓമനത്വം ഉള്ള ഒരു പേരാ. അത് നമ്മുടെ ശരിക്കും നമ്മുടെ ഒരു സ്വന്തം കൂടപ്പിറപ്പിനോടുള്ള അനിയനോടുള്ള ഒരു കൂടുമ്പോ ഉണ്ടാവുന്ന ഒരു നമ്മൾ പേരെടുത്തില്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഫസ്റ്റ് എന്റെ അങ്കിള് അവന്റെ ഫ്രണ്ടാണ് ശ്രീനിയേട്ടൻ. ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയപ്പോ അങ്ങനെ ഫാമിലി ആയിട്ട് കമ്പനി ആയതാണ്. എല്ലാവരുമായിട്ട് വിനീതിനായിട്ട് മാത്രമേ ഉള്ളൂ അത്ര അറ്റാച്ച്. പക്ഷെ അന്ന് തിരയുടെ ആ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കാണാൻ തുടങ്ങിയതാ ഇവരെല്ലാം. ശ്രീനിയേട്ടൻ കാരണമാണ് ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ നമ്മൾ തമ്മിൽ പോലും സംസാരിക്കും. അല്ലെ ഞാൻ നിങ്ങളൊക്കെ ദൂരേക്ക് നോക്കി നിന്ന് ആസ്വദിക്കേണ്ട ഒരു വ്യക്തിയാണ് ശ്രീനിയേട്ടനാണ്. ആദ്യം ഞാൻ സ്കൂൾ ബസ്സിൽ അതെന്റെ ഒരു കൂട്ടുകാരി ഫസ്റ്റ് ചോദിച്ച എങ്ങനെയാന്ന് പറ, അഭിനയിക്കുന്നുണ്ടോ ചേച്ചി ചോദിക്കാണോ? ചേച്ചിയോട് ആരെങ്കിലും? ഞാൻ ചോദിച്ചിട്ടും ഇല്ല, ചേച്ചിയോട് ആരും പറഞ്ഞില്ല. ഇല്ല. എന്റെ ഇതുപോലെ പരിചയപ്പെട്ട ശാന്തി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി, അവൾക്ക് വന്നൊരു ഓഫറാണ് സ്കൂൾ ബസ്സിൽ. അവൾ എന്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു, ഓക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സൈറാബാനു ഇതൊക്കെ ചെയ്ത് ഡയറക്ടർ ആന്റണി സോണി ആയിരുന്നു അന്ന് സ്കൂൾ ബസ്സിന്റെ അസോസിയേറ്റ്. അവന് സോണി എന്നെ വിളിച്ചേച്ചു. അപ്പൊ ഞാനില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എന്നെ ഒരു ഡേ മൊത്തം ക്ലാസ് എടുക്കുമായിരുന്നു. ചേച്ചി ഒന്നും പഠിക്കാനില്ല അങ്ങനെ. ശ്രീനേട്ടനാണ് എനിക്ക് ചേച്ചിയുടെ ഈ ഫോട്ടോ എടുത്തിടുന്ന ചേച്ചിയുടെ ഫ്രണ്ട് ഇല്ലേ, പുള്ളിക്കാരത്തി ചേച്ചിയുടെ സമ്മതം ചോദിച്ചോ എങ്ങനെ ഇടട്ടില്ല? അതോ പുള്ളിക്കാരത്തേക്ക് വന്ന ഓഫർ ചേച്ചിയുടെ പേരിലിട്ടതാണ്? അത് കഴിഞ്ഞ് വിളിച്ചപ്പം ഞാനും കേട്ടപ്പോ നമുക്ക് ഒരു ഇങ്ങനെ പറഞ്ഞു, ഇത് വെച്ച് ജീവിതകാലം മൊത്തം ഒരു പൊങ്ങച്ചം പറയും. എന്നെ സിനിമയിൽ വിളിച്ചല്ലോ എന്ന് പൊങ്ങച്ചം പറഞ്ഞോണ്ട് നടക്കാമെന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. പക്ഷെ ഹസ്ബൻഡിനോട് ചോദിച്ചു, അച്ഛനോട് ഒന്ന് വന്നു, ഇപ്പൊ നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. പിന്നെ എന്റെ മദറിനോട് അനിത്യയുണ്ട്, കുഞ്ഞാന്റിയോട് ചോദിച്ചപ്പം പോയി. കാരണം നമ്മുടെ വീട്ടിൽ ചോദിക്കുന്നതിനും ആദ്യം ഹസ്ബൻഡിന്. പക്ഷെ ആന്റിയും പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു, ഇത് ഒരെണ്ണം നോക്ക്, ബാക്കി നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം തന്നെ സെലക്ട് ആയി. ശ്രീനേട്ടനാണ് കേട്ടോ എന്തിനും കാരണം. ശ്രീനേട്ടന്റെ റോൾ എങ്ങനെയാ വരുന്നത് ഇതിനകത്ത്? ശ്രീനേട്ടൻ അങ്കിളിന്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ അത് ഓർഗാനിക് പച്ചക്കറി കൃഷിയായിരുന്നു. ഞങ്ങൾക്ക് ചിക്കന്റെ പരിപാടി, അപ്പം വളം അങ്ങനെയൊക്കെ ഒന്നും. പിന്നെ അങ്കിളിന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ശ്രീനേട്ടനോട് ഇത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓഫർ? ശ്രീനേട്ടനോട് നേരത്തെ പറഞ്ഞു. ശ്രീനേട്ടൻ പറഞ്ഞിട്ടാണ് മെയിനായിട്ട് നമ്മള് ഇത് ചെയ്ത് പോയി നോക്കെ. എന്നോട് പറഞ്ഞിട്ടായിരുന്നു, നിങ്ങൾ സിനിമാക്കാരെയൊക്കെ കാണാൻ ഭയങ്കര ആരാധനയും ഭയങ്കര ഇതല്ല, അതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അതുകൊണ്ടൊന്ന് പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ എന്നിട്ടും അന്ന് ചെന്ന് സത്യം പറഞ്ഞ എനിക്ക് പനിയും പിടിച്ചു, പേടിച്ചിട്ട്. അല്ല പിന്നെ ഞാൻ സ്റ്റേജ് പോലും ഇത്ര നാളും കണ്ടിട്ടില്ല, കയറിയിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. സ്റ്റേജൊക്കെ ഈ അടുത്ത കാലത്ത് എന്റെ റാഹേൽ മകൻ കൊര എന്ന് പറയുന്ന മൂവിയില് മെയിൻ റോൾ ആയിരുന്നുകൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ സംസാരിക്കേണ്ടി വന്നതും അങ്ങനെയാണ് ഭയം മാറിപ്പോകുന്നത്. ഒരു ഞങ്ങളുടെ വോയിസ് ഓഫ് സത്യനാഥന്റെ പ്രൊമോഷന് മൈക്ക് വന്നിട്ട് പേടിച്ചോടുന്ന ഒരു വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ടെൻഷനായിരുന്നു, മൈക്ക് ഭയങ്കരം. അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ എനിക്ക് നാഗിൽ സത്യൻ സാറിന്റെ മോൻ എന്നെ വിളിച്ച, ചേച്ചി ഒരു ഫോട്ടോ തരുമോ ശ്രീൻ സാർ പറഞ്ഞിട്ടാന്ന്. ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പൊ എന്നെ പറഞ്ഞ അത് സിനിമയുടെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രീനേട്ടനെ വിളിച്ചാൽ പറഞ്ഞു, ഞാൻ ഓഡീഷന് വേണ്ടിയാ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, ചാകാൻ കിടക്കുന്ന അമ്മച്ചിയൊക്കെ ആയിട്ട് വേണം അഭിനയിക്കാൻ, കാരണം നമുക്ക് ശ്വാസം പിടിച്ച. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എന്നെ ഇന്ന ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാ വിളിക്കുന്നത്. ചേച്ചി കോൺഫിഡൻസ് ആയി. പിന്നെ ധ്യാനുമായിട്ട് എങ്ങനെ അടുത്ത? ധ്യാനോട്ടനെ എനിക്ക് അടുത്തറിയാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ ഇഷ്ടങ്ങൾ. എല്ലാവർക്കും ഓഡിയൻസിന് പോലും ഒരു ഇന്റർവ്യൂ കാണുന്നവർക്ക് പോലും ഓമനത്വം ഉണ്ടെങ്കിൽ അടുത്ത് കിട്ടുന്നവർക്ക് എത്രത്തോളമായിരിക്കും. സത്യവാ. ഒന്നടുത്തറിഞ്ഞാൽ ആരും ഇട്ടിട്ട് പോയില്ല. അത്ര ഒരു നല്ല വർത്താനവാ, ഉള്ളതുപോലെ തുറന്നു പറയും. അവനൊരു മടിയുമില്ല ഒന്നും പറയാൻ. അവന്റെ ലൈഫിൽ എന്നതാണോ അത് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആണ്. പിന്നെ എല്ലാവരും നല്ല കെയറിങ് ആണ്. എന്റെ ബ്രദറ് മരിച്ചു പോയെ 2 വർഷം ആവുന്നുള്ളൂ. ഈ 22-ാം തീയതി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരുന്നപ്പോ എന്നോട്, ചേച്ചി എന്തിനാ സങ്കടം, ഒരാളല്ലേ ഉള്ളൂ, ഒരാളോട് ഇല്ലേ എന്ന ആ ഒരു
ടൈമിൽ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആ ഇതില്ല. സ്ഥാനം ഏറ്റെടുത്തു. അത് നേരത്തെ എന്നാലും കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിച്ചു തന്നു. Ali's Kitchen. Let's cook with love.